Hello everyone, Assalamu alaikum. Welcome back to another brand new episode of Usar Kitchen. Ramadan Keril. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോസേജ് സമൂസയാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. Let's go. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ഉപ്പ്, എള്ള്, 1/4 എണ്ണ, മുളക് പൊടി, ഗാർലിക് പൊടി, ജിഞ്ചർ പൊടി, ഉള്ളി, 3 പച്ചമുളക്, കുരുമുളക് പൊടി, 1/2 കിലോ ബോൺലെസ് ചിക്കൻ, വിനിഗർ, 2 കപ്പ് മൈദ. ആദ്യം നമുക്ക് 2 കപ്പ് മൈദയിലോട്ട് എള്ള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1/4 എണ്ണ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇങ്ങനെ സോഫ്റ്റ് ഡോ കിട്ടിയതിന് ശേഷം റാപ്പ് ഇട്ട് മാറ്റിവെക്കാം. ശേഷം നമുക്കൊരു ജാർ എടുത്ത് അതിലേക്ക് ചിക്കൻ 1/2 കിലോ, ചോപ്ഡ് ഉള്ളി, ബാക്കി സ്പൈസസ് എല്ലാം ഇട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിവെക്കാം. ശേഷം ഇങ്ങനത്തെ ഒരു റാപ്പ് എടുത്ത് ശേഷം അടിച്ചു വെച്ച ചിക്കൻ മിക്സ് സോസേജിന്റെ ഷേപ്പിലാക്കി റാപ്പിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അത് സെൻട്രൽ തന്നെ വെച്ച് 2 പ്രാവശ്യം ചുരുട്ടി ഒരു ടൈറ്റ് ആക്കുക. അതിൻ്റെ 2 സൈഡും ടൈറ്റാക്കി ചുരുട്ടി കൊടുക്കുക. ഇതുപോലെ ആക്കിയതിന് ശേഷം 2 ഭാഗവും മുറിച്ചെടുക്കുക. ബാക്കിയുള്ള മിക്സും ഇതുപോലെ തന്നെ ആക്കുക. ഇനി നമുക്കിത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് 10 മിനിറ്റ് വരെ വേകാൻ വെക്കാം. എന്നിട്ട് നമുക്കത് ഐസ് വെള്ളത്തിലോട്ട് മാറ്റിവെക്കാം. ശേഷം നേരത്തെ മാറ്റിവെച്ച മാവെടുത്ത് ആദ്യം കുറച്ച് മാവെടുത്ത് ഉരുളയാക്കി ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം 4 പീസാക്കി മുറിച്ചെടുക്കാം.
ശേഷം സമൂസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഡിസൈൻ ചെയ്യാം. ശേഷം മൈദ ഗ്ലൂ കൊണ്ട് അതിൻ്റെ ബോർഡറിൽ പരത്തി കൊടുക്കുക. ശേഷം നേരത്തെ ഉണ്ടാക്കിയ സോസേജ് ഈ മാവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ശേഷം 2 സൈഡും എടുത്ത് ഓപ്പോസിറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ സോസേജ് സമൂസ റെഡിയായിരിക്കുകയാണ്. ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള പാനിലോട്ട് ഒന്നൊന്നായി ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോസേജ് സമൂസ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ സോസേജ് സമൂസ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. This is Fatima Mohsina from Usar Kitchen. Bye bye.